അപ്പൊ ഒരു സഖാവ് CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം ഇവിടെ ദേശാഭിമാനി പത്രമിടുന്ന സുരേഷ് എന്ന് പറഞ്ഞ സഖാവ് ഞങ്ങൾ തൊട്ടടുത്ത സുധോധരേട്ടനും വിശംബരനും അടക്കമുള്ള ആളുകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഒരു BJP-കാരൻ RSS-കാരൻ ഒരു പെട്രോൾ ബോംബ് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിനകത്തേക്ക് എറിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, സുരേഷ് ഏട്ടാ, ഒരു BJP-കാരനും ഒരു RSS-കാരനും ഒരിക്കലും അത്തരത്തിലുള്ള ഒരു മനുഷ്യത്വപരമല്ലാത്ത ഒരു നടപടികളും അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പെട്രോൾ ബോംബല്ല പെട്രോൾ ഒഴിക്കുന്ന ഒരു നടപടിയും എടുക്കില്ല. മറിച്ച് ഞാൻ സുരേഷേട്ടനോട് 100% അടിവരയിട്ട് പറഞ്ഞു, അത് ഏതെങ്കിലും സഹകാരിയായിരിക്കും, അത് ഏതെങ്കിലും ഒരു നിക്ഷേപം അവിടെ നടത്തിയിട്ടുള്ള ഏതെങ്കിലും പാവപ്പെട്ടവൻ പണിയെടുത്ത വിയർപ്പിന്റെ ആ ഫലം ആ ബാങ്കിൽ നിക്ഷേപിച്ച് അവന്റെ പണം തിരികെ കിട്ടാത്ത സാഹചര്യത്തിൽ അവൻ ചെയ്ത ഒരു പ്രവൃത്തി മാത്രമായിരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും ധർണ നടക്കാണല്ലോ. മുദ്രകുത്തി ആര് പെട്രോൾ എറിഞ്ഞത് ആരാ? RSS-കാരൻ. ഇപ്പൊ RSS-ന്റെ ഇവിടുത്തെ സംഘത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകര് ഉണ്ണിക്കുട്ടൻ, വിക്രം ഒരു അരമണിക്കൂർ മുമ്പ് വിളിച്ചു ചോദിച്ചുള്ളത് ആരാ സുരേഷ് ഏട്ടൻ. RSS-ന്റെ സുരേഷ് ഏട്ടൻ ആരാന്ന് അവർക്കറിയില്ല. ഈ കഴിഞ്ഞ ദിവസം അല്ലെ ഇത്രയും വലിയ RSS-ന്റെ ആ മഹാപ്രസ്ഥാനത്തിന്റെ 100ാം വാർഷികം ഈ പൊർത്തിശ്ശേരിയുടെ കണ്ടാലന്തര മൈതാനിയിൽ സംഘടിപ്പിച്ചു. എന്നിട്ട് പോലും പങ്കെടുക്കാത്ത ഒരാള് അദ്ദേഹത്തിന് RSS എന്ന മുദ്ര കൊത്തിക്കൊണ്ട് ഇവിടെ CPM-ന്റെ ഏരിയ സെക്രട്ടറി മനോജ് അടക്കമുള്ള ആളുകൾ, CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജീവൻലാൽ അടക്കമുള്ള ആളുകൾ, ശ്രീലാൽ അടക്കമുള്ള ആളുകൾ ഈ വേദിയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുക. RSS-ഉം BJP-കാരും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് സുരേഷ് േട്ടനെ ബാങ്കിലേക്ക് മനഃപൂർവ്വം പറഞ്ഞയച്ചു വന്നത്. എന്താ ഇവിടുത്തെ BJP-കാർക്ക് ഭ്രാന്തുണ്ടാ? ഇവിടുത്തെ പോലീസ് സംവിധാനം അത്തരത്തിൽ ഞങ്ങൾ ആരെങ്കിലും ഈ സുരേഷ് ഏട്ടനെ ഫോൺ വിളിച്ച് അങ്ങനെ ഒരു ഏർപ്പാട് ചെയ്തുവെങ്കിൽ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയില്ലേ? അപ്പൊ വെറുതെ തട്ടിപ്പുകൾ പറയാം. ജീവൻലാലിനെ പറ്റി നമുക്കറിയാം. അദ്ദേഹം ഇതുപോലെയുള്ള സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ മിടുക്കനാണ്. മാസങ്ങൾക്ക് മുമ്പ് പൊർത്തിശ്ശേരിയിലെ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വൈകുന്നേരം 9 മണിക്ക് ആ ഓഫീസിനകത്തിരിക്കുന്ന ജീവൻലാലിന് ഒരു കൂട്ടം ചെറുപ്പക്കാർ ആ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വന്ന് തെറി അഭിഷേകം നടത്തി എന്നാണ് പറഞ്ഞത്. കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഇന്ന് വൈകുന്നേരം നടത്തിയതുപോലെ മാപ്രാണ സെന്ററിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. എന്താ ഇരിങ്ങാലക്കുടയിലെ പോലീസിന് ആ വിഷയം അന്വേഷിച്ചുകൊണ്ട് അതിലെ പ്രതികളെ കണ്ടുപിടിക്കാൻ കഴിയാത്ത? ഞങ്ങൾ അന്നും പറഞ്ഞു, ജീവൻലാലിന് ആരും തെറി പറഞ്ഞിട്ടില്ല, അത് നിഴലായിരിക്കും, പിന്നെ അവൻ ഉണ്ടാക്കിയ സംഭവം തന്നെയാണ്. ഇവിടുത്തെ ബഹുമാനപ്പെട്ട SP-യെ കണ്ടു, ഒരു പരാതി കൊടുത്തു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി പ്രതികളെ പിടിക്കണം. മനഃപൂർവ്വം രാഷ്ട്രീയ സംഘർഷങ്ങൾ, ഇവിടുത്തെ ക്രമസമാധാനം തകർക്കുന്നതിനുള്ള നിലപാടുകൾ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ള ആളുകൾ എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചെയ്തികളെ വെച്ചു പൊറിപ്പിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് SP സാറെ കണ്ടു. SP സാറെ കണ്ടപ്പോ SP അടക്കം ചിരിച്ചുകൊണ്ട് പറയാ, പരാതി ഒന്നും തരണ്ട ഷാജുട്ടോ, അതൊക്കെ നമുക്കറിയാം എന്തൊക്കെ ചെയ്യുന്നു. അപ്പൊ ആരാ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ആളുകൾ? അവിടെ തെറി പറഞ്ഞെന്ന് പറഞ്ഞ് അവിടെ പ്രകടനം നടത്തിയില്ലേ? തെറി പറഞ്ഞവര് ഉണ്ടോ? അതുപോലെ ഈ സുരേഷ് ഏട്ടനെയും വീണ്ടും ഈ ബാങ്കിനകത്തേക്ക് പറഞ്ഞയച്ചതിന് പിന്നിൽ ഇദ്ദേഹത്തിന്റെ കരമുണ്ടോ എന്ന് സംശയിച്ചാൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ആരാ സുരേഷ് ഏട്ടനെ പറഞ്ഞയച്ചിട്ടുണ്ടാവുക?
അല്ല, BJP-യുടെയും RSS-ന്റെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ കലിംഗ് സംവാദം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹവകുപ്പ് മന്ത്രി സുരേഷ് ഗോപി സാറ് അടക്കമുള്ള ആളുകൾ കലിംഗ് സംവാദം നടക്കുമ്പോൾ ആനന്ദവല്ലിയെ പോലെയുള്ള ആളുകളെ ഈ സംവാദത്തിലേക്ക് അയച്ചിട്ട് അല്ലെ 1,85,000 രൂപ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആനന്ദവല്ലി ടീച്ചറെ അന്ന് വൈകുന്നേരം ആ അപേക്ഷ സുരേഷ് ഗോപി നിരസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പോയി കാണുന്നു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പോയി കാണുന്നു. സെക്രട്ടറി വീമ്പളക്കുന്നു. പേടിക്കണ്ട, നാളെ നിങ്ങൾക്ക് പൈസ വാങ്ങിത്തരാം. എത്ര? 1,85,000 ഉള്ള ആനന്ദവല്ലി ചേച്ചിക്ക് നേരം വെളുക്കുമ്പോൾ കൊടുക്കുന്നത് അവരുടെ ബാങ്ക്, അവരുടെ അഡ്മിനിസ്ട്രേറ്റർ, അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ബാങ്ക്, അവൻ തന്നെ സംസാരിച്ച് ഒരു നാടകം, ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് 10,000 രൂപ ആനന്ദവല്ലിയേച്ചിക്ക് കൊടുക്കുന്നു. ആനന്ദവല്ലിയേച്ചിന് ഒരു ഇവന്റ് മാനേജ്മെന്റ് സെറ്റ് ചെയ്യുന്നു. ആള് ബാങ്കിന്റെ പടി ഇറങ്ങി വരുന്നു. ഭയങ്കര ചിരി, ക്ലോസപ്പിൽ ചിരിച്ചുകൊണ്ട് ആനന്ദവല്ലിയേച്ചി പറഞ്ഞു, എനിക്ക് 10,000 കിട്ടിയെന്ന്. എത്ര വർഷമായി 10,000 കിട്ടിയിട്ട്? ഒന്ന് ആലോചിച്ച് നോക്ക്. 10,000 രൂപ കിട്ടി. അല്ലെ, സുരേഷ് ഗോപിയെ കാണാൻ വന്നതിന്റെ പേരിൽ ആനന്ദവല്ലി ചേച്ചിക്ക് 10,000 രൂപ കിട്ടിയെങ്കിൽ എനിക്ക് സുരേഷ് ചേട്ടനോട് പറയാനുള്ളത്, ഇനിയും ഈ സുരേഷ് ഗോപി പ്രദേശത്ത് വരുമ്പോൾ നിങ്ങളൊരു അപേക്ഷയുമായി സുരേഷ് ഗോപിയെ കണ്ടാൽ തീരാവുന്ന പ്രശ്നമുള്ള നിങ്ങൾക്ക് വീട്ടുമുറ്റത്ത് വന്ന് CPM-ന്റെ സഖാക്കന്മാർ പൈസ തന്നിരും. സുരേഷ് ചേട്ടൻ വന്നു. സുരേഷ് ചേട്ടൻ പെട്രോൾ ഒഴിച്ചു. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഞാൻ അടക്കമുള്ള ആളുകൾ വന്നു. ഞങ്ങൾ ബാങ്കിനകത്തേക്ക് കയറി. അവിടുത്തെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, എന്താ സുരേഷ് ചേട്ടൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ കാരണം? അപ്പൊ സുരേഷ് ചേട്ടൻ അപേക്ഷ തന്നു എന്ന് ചോദിച്ചു. അവിടുത്തെ ഉദ്യോഗസ്ഥയായ ബൈജുവിന്റെ പെങ്ങളിനോട് ഞാൻ ചോദിച്ചു, സുരേഷ് ചേട്ടൻ ഇവിടെ ഡെപ്പോസിറ്റ് ഉണ്ടോ? ഡെപ്പോസിറ്റ് ഉണ്ട്. അപേക്ഷ തന്നിരുന്നു. അപേക്ഷ തന്നിരുന്നു. അദ്ദേഹത്തിന് പൈസ കൊടുക്കാനുണ്ടോ? കൊടുക്കാനുണ്ട്. അപ്പൊ എന്തുകൊണ്ട് കൊടുത്തില്ല? എന്തുകൊണ്ട് കൊടുത്തില്ല? ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഇവിടുത്തെ BJP-യുടെ നേതാക്കന്മാരായ സന്തോഷ് ചെറാക്കളും അതുപോലെ തന്നെ BJP-യുടെ ജനറൽ സെക്രട്ടറി ഉണ്ണീഷ് അടക്കമുള്ള ആളുകൾ, ഇതുപോലെ തന്നെ ഇവിടുത്തെ ഏരിയ പ്രസിഡന്റ് സൂരജ് അടക്കമുള്ള ആളുകൾ ഞങ്ങൾ നേരെ സുരേഷ് പോയി കണ്ടു. അല്ലെ, സത്യം പറയണ്ടേ? സത്യം അറിയണ്ടേ? സുരേഷ് ചേട്ടനോട് ചോദിച്ചു, ആ പാവം മനുഷ്യൻ, അല്ലെ 70 വയസ്സിന് മുകളിലുള്ള ആ സുരേഷ് ചേട്ടൻ അറിയാത്ത ആളുകളില്ല. കഠിനാധ്വാനി, രാവും പകലുമില്ലാതെ പണിയെടുക്കുന്ന ഒരു മനുഷ്യൻ, ഒരു പച്ചയായ മനുഷ്യൻ. ആ മനുഷ്യൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഗൾഫ് നാടുകളിലും പ്രവാസ ജീവിതത്തിന്റെ ഭാഗമായി സമ്പാദിച്ച പണം ഈ ബാങ്കിനകത്ത് നിക്ഷേപിച്ചിരിക്കുകയാണ്. ഈ ബാങ്കിനകത്ത് നിക്ഷേപിച്ചതിന്റെ ഭാഗമായി ഈ കള്ളസഖാക്കന്മാർ കോടികളുടെ തട്ടിപ്പ് നടത്തിയതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ അടക്കം നിക്ഷേപം നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം അപേക്ഷ നൽകി. നിരവധി തവണ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ അടക്കമുള്ള ആളുകൾ, നിരവധി തവണ ഇവിടുത്തെ CPM-ന്റെ നേതാക്കന്മാർ അടക്കമുള്ള ആളുകൾക്ക് അപേക്ഷ നൽകിയിട്ട് പോലും അദ്ദേഹത്തിന്റെ പൈസ, അദ്ദേഹത്തിന്റെ നിക്ഷേപ തുക തിരിച്ചു നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചില്ല. അങ്ങനെ ആ നിക്ഷേപത്തുക തിരിച്ചു നൽകാതെ വന്നപ്പോൾ എന്നും കോഴി ചുവട് കോഴിയിൽ വരും, കയറും. അദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. ആള് പറഞ്ഞു, ആ കോഴി കയറി ബാങ്കിന് മുകളിൽ ചെല്ലുമ്പോഴേക്കും എനിക്ക് കിതപ്പ് വരും. ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, എന്നിങ്ങനെ നടത്തിക്കല്ലേ മോളെ, എന്നിങ്ങനെ നടത്തിക്കല്ലേ മോളെ. നിങ്ങൾ എന്നാണ് തരാൻ പറ്റുന്നുവെങ്കിൽ ആ വിവരം എന്നെ രേഖാമൂലം അറിയിക്കൂ. അപേക്ഷ കൊടുത്തു. ആള് ചെല്ലുമ്പോ അവിടുത്തെ ഉദ്യോഗസ്ഥ പറയുന്നു, അഡ്മിനിസ്ട്രേറ്റർ വന്നിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ വേറൊരു ദിവസം ചെന്നു, മീറ്റിംഗ് നടന്നിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ വീണ്ടും ചെല്ലുന്നു. അങ്ങനെ 6ഉം 7ഉം തവണ ഈ ബാങ്കിന്റെ ബ്രാഞ്ച് ഓഫീസിനകത്തേക്ക് കയറി ഇറങ്ങി. അങ്ങനെ ആ തുക കിട്ടാതെ വന്നപ്പോഴാണ് സുരേഷ് ചേട്ടൻ അവിടെ പ്രതികരിച്ചത്.